ഒന്ന് പോടാ. Thank you. Coming. Sir, please come outside. Sorry. Please come. Sir, is that person? Okay, you go. Sir, അത് ആക്ച്വലി അത് പിന്നെ നിങ്ങളിവിടെ തന്നതേ കള്ളനോട്ടാ. വാട്ട്? പോ എനിക്ക് സമയായി. ഇവിടെ വരുന്നതിന് മുമ്പ് ATM വിഡ്രോ ചെയ്ത മണി അത്. അല്ല, ATM എങ്ങനെയാ കള്ളനോട്ട് വരിക? നിങ്ങളോടാ പറഞ്ഞത് ക്ലോസ് ചെയ്യ്. വേഗം ആവട്ടെ. ഇത് ഞാൻ തന്ന നോട്ടാണെന്ന് എന്താണ് ഗ്യാരണ്ടി? എക്സ്ക്യൂസ് മീ സാർ, നിങ്ങളാണ് അവസാനം ബില്ല് ക്യാഷിൽ പേ ചെയ്തത്. ഓക്കെ, ബാക്കി എല്ലാവരും കാർഡിലാണ് പേ ചെയ്തിരിക്കുന്നത്. സോ ക്യാൻ യു പ്ലീസ് പേ മി ദ ബിൽ വിത്ത് കാർഡ്? തനിക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? എന്തിനാ വഴക്കുണ്ടാക്കുന്ന? I'll pay. Don't worry about it. Just cool down. സർ, കാർഡ് യൂസ് ചെയ്ത വീട്ടിൽ കണ്ടുപിടിക്കുന്ന ATM ക്യാഷ് എടുത്താണ് സർ. പ്ലീസ് സർ, എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. വേഗം പറഞ്ഞു വിടറോ. ശരി സർ, ഫോൺ നമ്പർ പറ. സർ പ്ലീസ് സർ. എന്ത് പ്ലീസ്? നമ്പർ പറ. പിങ്ക് കളർ. അതൊന്നും എനിക്കറിയില്ല. വിജയ്. രവി, സർ, ആ പിങ്ക് കളർ ഫയലൊന്ന് എടുത്തോണ്ട് വാ. അതിൽ ഒരുപാട് കാര്യമുണ്ട് വായിക്കാനാ. സാർ ചെയ്യുന്നത് ശരിയല്ല സർ. ഏത് ശരിയല്ലെന്നാടാ? നീ ചെയ്ത് ശരിയാണോ? നീ ചെയ്ത് ശരിയാണോന്ന്? സർ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് എന്നോട് കാണിച്ചാൽ മതി. ഇവൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇവള് വിട്ടേക്ക് സർ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടാക്കിയിട്ട് വരാം. ഡാ, ഡ്രോപ്പ് ചെയ്യുന്നു, ഹാങ് ഓവറിന് പെഗടിക്കുന്നു. എന്താടാ, ആളെ കളിയാക്കണോ? എവിടെടാ നിന്റെ ഫോണ്? ഫോൺ അവിടെയുള്ള. എടാ മച്ചു, എത്ര സമയം ആവോടാ? എന്താ നിന്നെ കീർത്തി അവിടെ പിടിച്ചു വെച്ചിരിക്കുക? ഒന്ന് വേഗം വരാൻ നോക്കടാ. പിടിച്ചു വെച്ചത് കീർത്തിയല്ല മോനെ, പോലീസാണ്. നിന്റെ ചങ്ങായി കള്ളനോട്ട് മാറ്റുമ്പോ ശരിക്കും പെട്ടെന്ന് നീ അവന്റെ ആളാണോ? എല്ലാവരും വരേണ്ടി വരും. എപ്പോഴാ വരുന്നത്? സാറേ, എനിക്കൊന്നും അറിയില്ല. ഞാൻ ഫോൺ വെക്കാം. ആരാടാ അവൻ? സർ. ഡാ, അവൻ നിന്റെ കൂട്ടാളിയാണോ? സർ. എന്തുവാടാ ചെയ്യുന്നത് നീ? ഗ്രൂപ്പ്സിന് പ്രിപ്പയർ ആവാണ് സർ. ഏത് ഗ്രൂപ്പ്? സ്റ്റേറ്റ് മുഴുവനും കള്ളനോട്ട് സപ്ലൈ ചെയ്യുന്ന ഗ്രൂപ്പോ? സർ, അതൊന്നുമല്ല സർ. മാറിക്കേ, നീ ഇങ്ങോട്ടൊന്ന്. ഇങ്ങോട്ട് വരാൻ. നീ എന്താ ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സർ. ഇതില് ടെക്നോളജി യൂസ് ചെയ്യാറുണ്ടോ? എടോ രവി, സർ, ഇവരെ മുഴുവനായിട്ടൊന്ന് ചെക്ക് ചെയ്യണമല്ലോ.
എവിടെ എന്താ ഉള്ളതെന്ന് ആർക്കറിയാം. ഒരു പെൺകുട്ടിയെ ചെക്ക് ചെയ്യണമെങ്കിൽ ലേഡി കോൺസ്റ്റബിൾ വേണം സർ. ആഹാ, മണി സർ. ഈ കീർത്തി മോളെ ഒന്ന് നല്ലോണം ചെക്ക് ചെയ്തേ. ഓക്കെ സർ. ഇവിടെയല്ല, അകത്ത് വിളിച്ചോണ്ട് പോയി മുഴുവൻ അഴിച്ചിട്ടിട്ട് ചെക്ക് ചെയ്യ്. വാ, വരാനാ പറഞ്ഞത്. പ്ലീസ് സർ. ഏയ് സർ വാ. പ്ലീസ് സർ, ഇത് ശരിയല്ല വാ സർ. ഇങ്ങോട്ട്, നടക്ക്. Please, വരാൻ sir. പറഞ്ഞിട്ട്. Excuse me. She is my daughter. Dad. Thank you. വാ മോളെ. Dad. സർ, ഇദ്ദേഹം എന്റെ ഭാവി മരുമോനാ. ഫോർമാലിറ്റീസ് ഒക്കെ പിന്നെ നോക്കാലോ. കൂട്ടിയിട്ട് പോക്കോട്ടെ. Please, sir. കൂട്ടിയിട്ട് പോയിക്കോ. നാളെ കാലത്ത് ഈ കേസ് സംബന്ധിച്ചൊരു പ്രസ് മീറ്റിംഗ് ഉണ്ട്. അതിൽ ഞങ്ങളുടെ കൂടെ ചേർന്ന് ഞങ്ങളുടെ പുറകിൽ നിന്ന് അതിനുശേഷം മരുമോനെ കൊണ്ടുപോയാൽ മതി. കാലത്ത് വരെ ഇവിടെ ഇരിക്കുന്നോ? എന്നാ ഇതും അവന്റെ പേരിൽ തന്നെ അങ്ങിട്ടേക്ക്. ഓക്കെ സാർ. ഗുഡ് മോർണിംഗ് എവരിബഡി. കുറെ ദിവസങ്ങളായി പ്രസ്റ്റീജിയസ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന ഈ കള്ളനോട്ട് ഇന്നലെ രാത്രി ഞങ്ങൾ പിടിച്ചെടുത്തു. രാത്രിയിലെ അന്വേഷണത്തിന്റെ ഫലമായി പ്രധാനപ്പെട്ട തെളിവുകളാണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് ഈസ് മിസ്റ്റർ വിജയകുമാർ. ഗ്രൂപ്പ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹം വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെമ്പർ ആണെന്ന് ഇന്നലെ രാത്രിയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം യങ്സ്റ്റേഴ്സ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ബട്ട് എത്രയും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളവരെയും അറസ്റ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. അതെ പാല് ഇതാ ബില്ലിന്റെ കാശ് തന്നിട്ടില്ല. ആ ശരി, നാളെ തരാം ഞാൻ. കുഴപ്പമില്ല, ഞാൻ കൊടുത്തേക്കാം. ആ എത്രയാ? 1500 ആണോ? ആ അതെ. സർ ക്യാഷ് വേണ്ട, ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. പേടിഎം, ഗൂഗിൾ പേ, ഫോൺ പേ ഇതിൽ തന്നാ മതി. സന്ധ്യേ, ആ എനിക്ക് കുറച്ച് വെള്ളം വേണം. ആ ശരി. ദേ നോക്കിയേ സാർ, നിങ്ങളുടെ റിട്ടയർമെന്റ് കൺഫേം ആയി. ഈ ഫേക്ക് നോട്ട്സ് കേസ് കാരണം നിങ്ങളുടെ മോന് ജോലി കിട്ടില്ല. ശരി, അത് വിട്. നമ്മൾ വിചാരിച്ചതൊക്കെ നടക്കണമെന്നില്ലല്ലോ. സാറേ, ഞാൻ പറയുന്നത് എന്റെ മോൾ എന്തോ ഭാഗ്യം ചെയ്തിട്ടുണ്ട്. താങ്കൾ വിളിച്ച വ്യക്തിക്ക് ഇപ്പോൾ കോൾ താങ്കൾ വിളിച്ച വ്യക്തിക്ക് ഇതൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ? പക്ഷെ ഇത് എല്ലാരും വിശ്വസിക്കുന്നുണ്ടല്ലോ. അതിൽ എന്റെ തെറ്റൊന്നുമില്ല, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. ഞാനും പറഞ്ഞു, പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല. അന്ന് ഞാൻ ATM-ലെ ക്യാഷ് എടുത്ത കാര്യം നിനക്ക് അറിയാലോ. അന്ന് നീ ATM-ല് കാശ് എടുക്കുമ്പോ ഞാൻ നിന്റെ അടുത്തുണ്ടായിരുന്നില്ലല്ലോ വിജയ്. എനിക്ക് മനസ്സിലായി. നിന്റെ അച്ഛൻ നേരിട്ട് ഇവിടെ വന്ന് കട്ട് ചെയ്തു. ഇപ്പൊ നീ ഫോണിൽ വെച്ച് കട്ട് ചെയ്യുന്നു. ഗുഡ് ബൈ.
ഇരിക്കൂ. എന്താ ഓർമ്മയുണ്ടോ? 3 മാസം കൊണ്ട് എലക്ഷനെ കുറിച്ച് അറിയിക്കും. ഈ ക്യാമ്പയിന് 10 കോടി രൂപ ചെലവാകും. 20 കോടിയായാലും കുഴപ്പമില്ല, ജയിക്കാൻ പോകുന്നത് നമ്മളല്ലേ. ഈ എലക്ഷന് വേണ്ടി എത്ര കോടി വേണമെങ്കിലും നീ ചെലവാക്കും. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി സ്വന്തം കാശെന്ന് 1 കോടി രൂപ എടുത്ത് ബ്രിഡ്ജ് കെട്ടില്ല. എന്താടോ സുബ്രഹ്മണി? നിങ്ങൾ പറഞ്ഞതല്ലേ, കെട്ടി തന്നേക്കാം. ആ അരികിലിരിക്കുന്ന ആരാ? കൃഷ്ണയാണോ? അതെ സാറേ. ആ, നിന്റെ അനുജനെ വിളിച്ചോണ്ട് വന്നില്ലേ? മ്യൂസിക്കിന്റെ കുറച്ച് വർക്കുള്ളത് കൊണ്ട് അവന് വരാൻ പറ്റില്ല സാർ. എന്തോ ആകട്ടെ, കുറച്ച് ദിവസമായിട്ട് പിൻഗാമികൾ എന്ന് ചെവിയിൽ കേട്ടോണ്ടിരിക്ക. എല്ലാവർക്കും ഉള്ളതുപോലെ സ്നേഹവും വാത്സല്യവും ഒക്കെ എന്റെ മോളോട് എനിക്കും ഉണ്ട്. ആ കാരണം കൊണ്ട് എന്റെ മോളാണെന്നും പറഞ്ഞ് അധികാരം കൊടുക്കാൻ പറ്റൂ? അത്രയൊക്കെ എന്തിനാ? നിങ്ങളിൽ ആരെങ്കിലും വന്നൂടെ? നമ്മുടെ പാർട്ടിന്ന് ആരെങ്കിലും തലവനാക്കാൻ പറ്റൂലേ? നമ്മുടെ കൂട്ടത്തുനിന്നും തന്നെ നല്ല ആളെ നമുക്ക് തെരഞ്ഞെടുക്കാം. അധികാരം കൈമാറുമ്പോ യോഗ്യത ഉണ്ടോ, കടമകൾ നിർവഹിക്കോ ഇല്ലയോന്ന് നോക്കി നമുക്ക് നൽകാം. എന്റെ മകളാണെന്നത് വലിയ യോഗ്യതയായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ സോറി, അതിന് ഞാൻ സമ്മതിക്കൂല. തലവനായിരിക്കുന്ന ഒരാൾക്ക് സത്യസന്ധത വേണോ വേണ്ടയോ? ജീവൻ പോയാലും സാരമില്ല എന്നുള്ള ധൈര്യം വേണ്ടേ? അതുകൊണ്ടാണ് ഞാനൊരു തീരുമാനം എടുത്ത്. എല്ലാവരും നന്നായി കേട്ടോളൂ. ഞാൻ നിൽക്കുന്ന മണ്ഡലത്തിൽ തന്നെ നിങ്ങൾ എല്ലാവരും ആദരവ് നൽകുന്ന എന്റെ മകൾ പൂർണ്ണയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയി മത്സരിപ്പിക്കാൻ പോവാ. ഒരുപക്ഷെ ആ മണ്ഡലത്തിൽ അവൾ ജയിച്ചാൽ അപ്പൊ ഞാൻ ഡിക്ലെയർ ചെയ്യാം, എന്റെ മകൾ പൂർണ്ണയെ CM കാൻഡിഡേറ്റ് ആക്കും.